കോഴിക്കോട് മാമി തിരോധാന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മാമി ആക്ഷൻ കമ്മിറ്റി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് പിന്നാലെ മേൽനോട്ട ചുമതലയുള്ള ഐജിക്കും സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. ഇവരെ സ്ഥലം മാറ്റിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന് സംശയമുള്ളതായി ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, എന്താണ് വിവരങ്ങൾ? കോഴിക്കോട് മാമി തിരോധാന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ് ആക്ഷൻ കമ്മിറ്റി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് പിന്നാലെ മേൽനോട്ട ചുമതലയുള്ള ഐജിക്കും സ്ഥലം മാറ്റം കൊടുത്തത് അതിന് പിന്നിൽ എന്ത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഇവരെ സ്ഥലം മാറ്റിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന സംശയമാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, പറയും. ഓഗസ്റ്റ് 21 ഈ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. മകളായ അദീന, മാമി അടക്കമുള്ളവർ വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കുടുംബത്തിന്റെ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേസ് നടക്കാവ് പോലീസിൽ നിന്നും മാറ്റിയത്. പക്ഷെ ഇപ്പോൾ ഇതാ ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി യു പ്രേമിനെ കണ്ണൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഐജി പി പ്രകാശിനെ തീരദേശ പോലീസിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. ഈ സ്ഥലമാറ്റ ഉത്തരവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെയും കുടുംബത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. 2023 ഓഗസ്റ്റ് 20 മാമിയുടെ തിരോധാനം നടക്കുന്നത്. ഈ തലക്കുളത്തൂർ ഭാഗത്താണ് മാമിയെ അവസാനമായി മൊബൈൽ ലൊക്കേഷൻ അനുസരിച്ച് കണ്ടെത്തിയത്. പിന്നീട് ഈ മാമിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. നിരവധി തവണ ഇവർ പോലീസിലടക്കം പരാതി നൽകിയിട്ടും ഈ കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി കുടുംബം പറഞ്ഞിരുന്നു. പിന്നീട് ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരവും ഒക്കെയായി ഈ കുടുംബം രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ഈ നടക്കാവ് പോലീസിൽ നിന്നും കേസ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം നേർവഴിക്ക് നടക്കുന്നു എന്ന് കുടുംബം വിശ്വസിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കാണ് കുടുംബം നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യക്ഷത്തിലേക്കൊക്കെ കടക്കുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി ദിസ്ന.